നിങ്ങളുടെ അക്വേറിയം ലീക്കായോ? അതുകൊണ്ട് ഇതുപോലെ വെള്ളം ഗുളുഗുളുകുലാന്ന് ചാടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ലീക്കായ അക്വേറിയം നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, GK പെറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലീക്കായ അക്വേറിയം എങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇതിനകത്തുകൊണ്ട് കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഏത് ഭാഗത്താണോ ലീക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ നമ്മളതിന് സിലിക്കോൺ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ സിലിക്കോൺസ് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിലിക്കോൺ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത്, ഡീപ്പ് ക്ലീനിങ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ട്രേ നോക്കിയാൽ അറിയാം, അതിനകത്ത് നമ്മൾ ഓരോ സൈഡിൽ നിന്നുള്ള സിലിക്കോണിൻ്റെ വേസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം വെള്ളം നല്ലപോലെ ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തുക. ബിക്കോസ് ഈ ജോയിൻസിന് ഇടയ്ക്കൊക്കെ നമ്മൾ മേളിൽ നിന്ന് കാണുന്ന പോലെ ആയിരിക്കത്തില്ല, ഓൾറെഡി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കാണും. അപ്പോൾ അതെല്ലാം നമ്മൾ പേപ്പർ ആ ജോയിൻസിനകത്ത് കയറ്റിയിട്ട് ആ പേപ്പറിലൂടെ നമുക്കത് സോക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു എയർ ബ്ലോവറോ അല്ലെങ്കിൽ ഒരു ഡ്രയറോ അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ ഇട്ട് ക്ലീൻ ചെയ്താലും ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും. അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം, സിലിക്കോൺസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പുതിയ സിലിക്കോൺ അപ്ലൈ ചെയ്യുള്ളൂ. അതും ഞാൻ എല്ലാ വീഡിയോസിനകത്ത് പറയുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി സിലിക്കോൺ മേടിച്ച് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ അക്വേറിയംസൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ബ്രേസിങ്, ദാറ്റ് മീൻസ് ബോട്ടം ബ്രേസിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു അക്വേറിയം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സ്റ്റീൽ ഫ്രെയിമിനകത്ത് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കിതിന് വേണ്ടി വേറെ എക്സ്ട്രാ നമ്മൾ ടോപ്പ് ബ്രേസിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ബോട്ടം ബ്രേസിങ് നമ്മൾ കൊടുക്കുമ്പം ആ ജോയിൻറ്റിൻ്റെ അവിടെ നല്ലപോലെ സിലിക്കോൺ അപ്ലൈ ചെയ്യണം. സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊരു യൂണിഫോം രീതിയിൽ നമുക്ക് വിരൽ കൊണ്ട് തന്നെ തൂത്തിവിടേണ്ടതാണ്. ഇവിടെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മൾ വിരൽ സിലിക്കോൺ തൂക്കുന്നതിന് മുമ്പേ ഒന്ന് വെള്ളത്തിൽ, നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കിയെടുത്തിട്ട് തൂക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കൈ ഓടി ഇങ്ങനെ പോകുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിലിക്കോൺ ഡ്രൈ ആയി ഉറപ്പ് വരുത്തുക അത് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. നമുക്ക് നമ്മളൊരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മേളിൽ നിന്ന് തൊട്ട് നോക്കുമ്പം സിലിക്കോൺ യാതൊരു നനവും കാണത്തില്ല, പക്ഷേ അകത്ത് ഉണക്കി കാണത്തില്ല. അപ്പം ഒരു മിനിമം ഒരു 12 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ലീക്കായ അക്വേറിയം നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പം അക്വേറിയവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.